ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. അതിർത്തിയിൽ തമിഴ്നാട് ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. ലോറിക്കുള്ളിൽ ഒരാളുള്ളതായി സംശയമുണ്ട്. ജോസിൽ ചേരുന്നു വിവരങ്ങളുമായി. ജോസിൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് സംഭവിച്ചത്? അജിംഷാദ്, ഈ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലേക്കാണ് ഈ കുമളി ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞിട്ട് ഈ തമിഴ്നാടിൻ്റെ ഭൂമിയിലാണ് ഈ അപകടം നടന്നിരുന്നത്. വലിയ മരമാണ് ഈ ലോറിയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അത് വെട്ടിമാറ്റാനുള്ള ശ്രമം ഇപ്പോൾ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് നടത്തുകയാണ്. കുറേ മണിക്കൂറോളമായി ഇപ്പോൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോറിക്കകത്ത് ഒരാളുണ്ട് എന്നുള്ളതാണ് സംശയിക്കുന്നത്. 3 പേരാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. മറ്റ് 2 പേർ പുറത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അവർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരാൾ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ ഈ മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ മരമായതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ മിഷൻ വാൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് വെട്ടിമാറ്റാൻ ശ്രമം നടത്തുന്നുവെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഈ മരം ഒടിഞ്ഞു ചേർന്ന് ഈ ലോറിയുടെ ക്യാബിൻ ചളുങ്ങി ഇരിക്കുകയാണ്. അതിനകത്ത് ആളുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ പടുകൂറ്റൻ മരമാണ് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒരിക്കൽ കൂടി ഒന്ന് പോയാൽ പടുകൂറ്റൻ മരമാണ്. ഇത് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും മുറിച്ച് മാറ്റാതെ ലോറിക്കടിയിലുള്ള ആളിനെ രക്ഷപ്പെടുത്തുന്നത് സാധ്യമാകില്ല, അല്ലേ? വലിയ മരമാണ്, വലിയ ശിഖരങ്ങളുള്ള, നിരവധി ശിഖരങ്ങളുള്ള വലിയ മരമാണ്. അത് വെട്ടിമാറ്റി അത് ഈ വലിയ തായ്തടി അടക്കം ഈ ലോറിയുടെ മുകളിൽ നിന്ന് ക്യാബിൻ്റെ മുകളിലേക്കാണ് വന്ന് വീണിരിക്കുന്നത്. ആ ക്യാബിൻ്റെ മുകളിൽ നിന്ന് ഈ വലിയ തടി മാറ്റിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഉള്ളയാളെ അത് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ഇത്തരത്തിലുള്ളൊരു വലിയ പരിശ്രമം നാട്ടുകാരും എല്ലാം ചേർന്ന് ആ പരിസരത്തുള്ള ഈ തൊഴിലാളികൾ അടക്കം, ഈ രംഗത്ത് പരിചയമുള്ള തൊഴിലാളികളടക്കം അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഏതായാലും ഈ 3 പേരാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇടുക്കിയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് സംഭവം. പടുകൂറ്റൻ മരം ഒടിഞ്ഞ് നിലംപൊത്തുകയായിരുന്നു. മരത്തിനടിയിൽ ലോറിയുണ്ട്, കാറുണ്ട്. ലോറിയുടെ ക്യാബിനിലേക്കാണ് പടുകൂറ്റൻ മരം പതിച്ചിരിക്കുന്നത്. മരം മുറിച്ചു മാറ്റുകയാണ്. മുറിച്ചു മാറ്റിയാൽ മാത്രമേ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ആൾ രക്ഷിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഒരാളേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്ര ശ്രമമാണ് അവിടെ നടക്കുന്നത്. തൊഴിലാളികളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഫയർഫോഴ്സ് ഈ മരം മുറിച്ചു മാറ്റി രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് തുടർന്നുള്ള മണിക്കൂറുകളിലെത്താം. ജോസിലാണ് വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്.